ഹായ് ഫ്രണ്ട്സ്, സാബിഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്നത് ഇന്ന് ജനുവരി മാസം 3-ാം തീയതിയാണ്. ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ്. ഏകദേശം 14ഓളം റിലീസുകളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പം അയാം കാതൽ എന്ന മലയാള സിനിമയുടെ റിലീസ് കാര്യങ്ങളൊക്കെ എന്തായി എന്നുള്ള കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ അതുതന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യാൻ ശ്രമിക്കാം. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകളും മൂവി റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്ഡേറ്റുകൾ നോക്കാം. ആദ്യം തന്നെ നമുക്ക് അയാം കാതൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് തന്നെ നോക്കാം. ഈ സിനിമയുടെ കമ്മിങ് സൂൺ പോസ്റ്ററൊക്കെ മനോരമ മാക്സ് വഴിയതിനു മുമ്പേ തന്നെ റിലീസ് ചെയ്തിരുന്നു. പക്ഷെ അവരിതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. മനോരമ മാക്സ് മാത്രമല്ല, ആമസോൺ പ്രൈമിൽ ഈ സിനിമ റിലീസ് ചെയ്യും. ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയിട്ടായിരിക്കും റിലീസ് വരിക. അതുകൊണ്ടായിരിക്കാം അയാം കാതലിന്റെ റിലീസിംഗ് ഡേറ്റ് പിന്നെ മനോരമ മാക്സ് പുറത്തു വിടാത്തത്. എന്നാൽ നമുക്ക് 5-ാം തീയതി ഈ സിനിമയുടെ റിലീസ് 5-ാം തീയതി പിന്നെ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. 5-ാം തീയതി അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ നമുക്ക് ഈ സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിലും അതുപോലെ തന്നെ മനോരമ മാക്സിലും. ഓക്കെ, അപ്പൊ അടുത്ത സിനിമ എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ലോക്കർ ബി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് സിംപ്ലി സൗത്ത് വഴി റിലീസ് ചെയ്ത ഒരു തമിഴ് ആക്ഷൻ മൂവിയാണ്. തിരുമ്പിപ്പാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. റൊമാന്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു മലയാള ആക്ഷൻ മൂവിയാണ്. മുറിവ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അജയ് വാസുദേവ് ഒക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയാണ്. സിംപ്ലി സൗത്ത് വഴിയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഹക്കീം ഷാജഹാൻ പ്രധാന വേഷം കൈകാര്യ ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് കടകൻ എന്ന് പറയുന്ന സിനിമ. സൺനെക്സ്റ്റ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് മലയാള സിനിമ തന്നെയാണ്. നേർച്ചപ്പെട്ടി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കന്യാസ്ത്രീയുടെ പ്രണയത്തിന്റെ കഥ പറഞ്ഞ സിനിമയാണ്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ മുതൽ ഈ സിനിമ അവൈലബിൾ ആണ്. അടുത്തത് ഇന്ന് സർപ്രൈസ് റിലീസ് ചെയ്തൊരു ഹിന്ദി മൂവിയാണ്. ഐ വാണ്ട് ടു ടോക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അഭിഷേക് ബച്ചൻ പ്രധാന വേഷം കൈകാര്യ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആമസോൺ പ്രൈമിൽ റെന്റ് ഓപ്ഷനിലാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. ക്രോമോലിയോ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ ഇന്തോനേഷ്യൻ ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഡ്രാമാറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. കഥ കമാമിഷു എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ റൊമാന്റിക് ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വിക്കഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈം, C5 ഈ 2 OTT പ്ലാറ്റ്ഫോമിലായിട്ട് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത റൊമാന്റിക് വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. ലവ് റെഡ്ഡി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് ഭാഷയിൽ ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ഡ്രാമ ആക്ഷൻ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ഗുണ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 2ാമത്തെ സീസണാണ്. ഈ സീസൺ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ആരകൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ സിനിമ ഇപ്പോൾ മുതൽ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തൊരു മലയാള സിനിമയാണ്. ഓൾ വി ഇമാജിൻ എ ലൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. പ്രഭയായി നനച്ചതെല്ലാം. കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. 18+ മൂവി കൂടിയാണ്. ഡിസ്നി+ ഹോട്ട്സ്റ്റാറിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് ജനുവരി മാസം 3-ാം തീയതി റിലീസ് ചെയ്തതായിട്ടുള്ളത്. 14ഓളം റിലീസുകളാണ് ഉള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലൊക്കെ സിനിമകൾക്കാണ് സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ, അയാം കാതലിന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.